ഗോവിന്ദമാഷ അറിയാം, അതുകൊണ്ടാണ് ഗോവിന്ദമാഷ മൊണാലിസ ഫോട്ടോ എടുക്കട്ടെ എല്ലാവരും ഫേസ് ഇങ്ങോട്ട്. हमारे लिए 60 years बराबर है, 60 साल के बराबर 6 मंथ का प्यार है। ठीक है, ठीक है। इसीलिए आप क्या करता है? मैं भी एक्टर हूँ। एक्टर हो? जी ठीक। हाँ बोलो। इसी फील्ड में हम लोग एक फिल्म में हम दोनों एक्टिंग करता था, दोनों का कास्ट सेलेक्ट हुआ, कास्टिंग हुआ, उसी टाइम हम दोनों बातचीत करना चालू किया। फिर मोनालिसा पर मैं मना किया शुरुआत में, लेकिन मोनालिसा बोला नहीं हमें करना है, अच्छा लग रहा है, पसंद है, इसीलिए फिर मैंने उनके परिवार के डिसाइड किया कि वो अभी एक्सेप्ट करेगा। आपका मुझे भी പിന്നെ തീർച്ചയായും വിവാഹം സ്വർഗത്തിലല്ലേ, ആ സ്വർഗമാണ് കേരളം. വിവാഹം സ്വർഗത്തിലെന്നല്ലേ പറയുന്നത്, അല്ലേ? സ്വർഗമാണ് കേരളം. എന്തുകൊണ്ടായിരിക്കും ഈ ഒരു കേരള അവർ പോലീസിനോട് പറയുന്നത് മനസ്സിലാക്കുന്നത് സമാധാനം ജീവിക്കാൻ ഇവിടെ പറ്റുള്ളൂ എന്നുള്ളതാണ്? അത് യാഥാർത്ഥ്യമാണല്ലോ. ആ യാഥാർത്ഥ്യം ഇതാണ് കേരളം. കേരളം കമ്മ്യൂണൽ ഹാർമണിയുടെയും മാനവ സൗഹൃദത്തിന്റെയും ഇടം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നതാണ് നമുക്ക് ഏത് മതത്തിൽപ്പെട്ടവർക്കും പരസ്പരം വിവാഹം കഴിക്കാനുള്ള അവകാശം, അല്ലേ? വൺ ഓഫ് ദി ഫണ്ടമെന്റൽ റൈറ്റ്, അല്ലെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്. പക്ഷേ അതേസമയം അത് ഇന്ത്യയിൽ എല്ലായിടത്തും സാധ്യമാകുന്നില്ല. അത് നിർഭയം സാധ്യമാകുന്ന ഏക ഇന്ത്യൻ സംസ്ഥാനത്തിന്റെ പേര് കേരളം. അതുകൊണ്ടാണ് പറഞ്ഞത്, എല്ലാവരും പറയുന്നത് വിവാഹം സ്വർഗത്തിലാണെന്ന്. അതെ, ആ സ്വർഗത്തിന്റെ പേരാണ് കേരളം. CPM എങ്ങനെയാണത്? CPMിലേക്ക് എങ്ങനെയാണ് മൊണാലിസ എത്തിയത്? അത് എത്തിയത് വളരെ ഞങ്ങളിലേക്കൊന്നും എത്തുകയല്ല. ഇത് യാദൃശ്ചികമായി അവർ ഈ പറയുന്ന വിവരം പറഞ്ഞ് ഞങ്ങൾ എത്തുന്നതാണ്. ധനാർദേവ ക്ഷേത്രം. അപ്പോൾ ഗുരുദേവന്റെ നിർദ്ദേശപ്രകാരം ബാലാലയത്തിൽ നിന്ന് മാറ്റി അമ്പലത്തോട്ട് മാറ്റുന്നത് അദ്ദേഹത്തിന്റെ പ്രഥമ ശിഷ്യന്മാരിൽ ഒരാളായ ഭൈരവനി ശാന്തിയുടെ നേതൃത്വത്തിലാണ്. നാട്ടുകാരെ സംഘടിപ്പിക്കുകയും എന്നിട്ട് അമ്പലമാവുകയും അവിടേക്ക് പ്രതിഷ്ഠ മാറ്റുകയും ചെയ്തു.
അപ്പോൾ നമ്മുടെ തത്വങ്ങളും കാര്യങ്ങളും എല്ലാം ഗുരുദേവൻ്റെ ആശയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ വിവാഹം ഇങ്ങനൊരു കേസ് വന്നപ്പോൾ തന്നെ ഒരു വിവാഹത്തിന് ഇടപെടുക്കാതെ അത് ഏത് ജാതിയെന്നോ മതമെന്നോ നോക്കാതെ അവരുടെ ഐഡൻറ്റി കാർഡ് മാത്രം അല്ലെങ്കിൽ ആധാർ കാർഡ് മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ജെന്യുവനായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഈ കുട്ടിയും അമ്പലത്തിൽ 4 ദിവസം മുന്നേ എത്തിയിരുന്നു. വേണ്ട സംവിധാനങ്ങളെല്ലാം അപ്പോഴും നമ്മൾ ചെയ്തു കൊടുത്തു. പൂർണ്ണ കുംഭം കൊടുത്തുകൊണ്ടാണ് നമ്മൾ കുട്ടിയെ സ്വീകരിക്കുന്നത്. കാരണം നമ്മുടെ മോനിഷയും ദിവ്യ ഉണ്ണിയും മഞ്ജു വാര്യർ ഉൾപ്പെടെയുള്ള ആൾക്കാർ വരെ ഇവിടെ യുവജനോത്സവ വേദിയിൽ നിന്ന് നമ്മുടെ അമ്പലത്തിൻ്റെ പ്രധാന സ്റ്റൈലോട്ട് പ്രോഗ്രാമിന് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പ്രശസ്തരാവാൻ സാധ്യതയുള്ള ആൾക്കാരായിരിക്കാം. അതുകൊണ്ട് നമ്മൾ വേണ്ട എല്ലാ സ്വീകരണവും കൊടുത്തിട്ടുണ്ട്. കല്യാണം കഴിക്കാൻ വേണ്ടി കേരളത്തിലേക്ക് വരുന്ന അവസ്ഥയിലേക്ക് ലോകത്തിന്റെ മുന്നിൽ ഏതൊരുത്തത്തിനും മനുഷ്യസ്നേഹത്തിനും പേരുകെട്ട നാടാണ് കേരളമെന്ന് അഭിമാനിക്കാൻ നോക്കുക. മറ്റുള്ളവർ പറയുന്ന പോലെ നോർത്തിലേക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇപ്പോൾ ഇവരിപ്പോൾ തമ്പാനൂർ പോലീസിൽ പറഞ്ഞേക്കുന്നത് അവർക്ക് അവിടെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് കേരളത്തിലേക്ക് അഭയം തേടി എന്നുള്ളതാണ്. ഈ കുട്ടികളുടെ ധൈര്യം ഇതുപോലെ തന്നെ ആയിരക്കണക്കിന് 10,000-കണക്കിന് ആൾക്കാർ ഇതുപോലെ സമ്മർദ്ദങ്ങൾക്കും അതേപോലെ തന്നെ ഭീഷണിക്കും വിധേയമായി അവിടെ കഴിയുകയാണ്. കേരള സ്വർഗമാണോ? കേരളം ജീവിക്കാൻ പറ്റിയ സ്വർഗമാണോ? നമ്മൾ ഈ പറയുന്ന കേരള സ്റ്റോറിലൊക്കെ പറയുന്ന പോലെയാണോ? അതോ അതെല്ലാം നമ്മൾ തെളിയിക്കുകയല്ലേ? കേരള സ്വർഗം തെളിയിക്കുക.